ചോറ്റാനിക്കരയിൽ സുഹൃത്തിന്റെ ക്രൂരമർദ്ദനത്തെ തുടർന്ന് മരണപ്പെട്ട അതിജീവിതയുടെ സംസ്കാരം ഇന്ന് രാവിലെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടക്കും. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം തൃപ്പൂണിത്തുറ നടമേൽ മാർത്താ മറിയം ചർച്ചിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന പെൺകുട്ടി ഇന്നലെയാണ് മരിച്ചത്. അതിജീവിതയെ മർദ്ദിച്ച അനൂപിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ലിഡിയ ജേക്കബ് ഉണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി. ലിഡിയ, പെൺകുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. അതിനപ്പുറത്തേക്ക് ഇന്നിപ്പോൾ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ രീതിയിലുള്ള പുരോഗതി ഉണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് അറിയേണ്ടത്. കാരണം ഈ കുട്ടിയെ ലഹരിക്ക് അടിമയാക്കിയിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രതി സമ്മതിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി. ചിൽസി, പെൺകുട്ടിയുടെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഉച്ച കഴിഞ്ഞ് ആയിരിക്കും സംസ്കാരം ഉണ്ടാവുക. നടവേൽ മാർത്താ മറിയം പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്ന് തന്നെ സംസ്കാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ ഉച്ച കഴിഞ്ഞ് 2:30 പെൺകുട്ടിയുടെ മരണമുണ്ടായത്. ക്രൂരമായിട്ടുള്ള പീഡനത്തിന് പെൺകുട്ടി ഇരയായിട്ടുണ്ട് എന്നാണ് പോലീസും അതുപോലെ തന്നെ പെൺകുട്ടിയെ പരിശോധിച്ച ഡോക്ടർമാരും പറഞ്ഞിരുന്നത്. പ്രതിയായിട്ടുള്ള അനൂപിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അനൂപ് കുറേ നാളുകളായി പെൺകുട്ടിയെ ആക്രമിക്കുകയും അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അമ്മയടക്കം അത് പോലീസിലും ഒക്കെ പരാതി നൽകിയിരുന്നതാണ്. പെൺകുട്ടിയെയും അമ്മയെയും അനൂപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. അമ്മ ഈ അനൂപിൻ്റെ ഭീഷണി സഹിക്കാൻ സാധിക്കാതെയാണ് മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറിയതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പോലീസ് ഇന്ന് ഇദ്ദേഹത്തെ പ്രതിയെ ചോദ്യം ചെയ്യാനുള്ള കസ്റ്റഡി അപേക്ഷ ഒന്നുകൂടി നൽകാൻ സാധ്യതയുണ്ട്. വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും. വീണ്ടും ചോദ്യം ചെയ്യുകയും കാര്യങ്ങളുമൊക്കെ നടക്കും. നിലവിൽ പ്രതിക്കെതിരെ ബലാത്സംഗവും കൊലപാതക ശ്രമത്തിനുമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരുന്നത്. എന്നാൽ ഇനി അത് പെൺകുട്ടിയുടെ മരണത്തോടെ അത് കൊലപാതകത്തിനുള്ള വകുപ്പുകളൊക്കെ ചുമത്താനുള്ള സാധ്യതയുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം അതിൻ്റെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാകും കൊലപാതകമടക്കമുള്ള വകുപ്പുകൾ പോലീസ് ചുമത്തുക. അതിലേക്കുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളും കൂടുതൽ അന്വേഷണത്തിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ പോലീസ് കടക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും അതിൻ്റെ റിപ്പോർട്ടിന് ശേഷമായിരിക്കും അതിലേക്ക് കടക്കുക. ശരി, ലിഡിയ ജേക്കബാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത്.